ഇന്നലെ ആലപ്പുഴയിലായിരുന്നു പരിപാടി. ആലപ്പുഴയിൽ നോക്കൂ, ഇന്നലെ 2 സ്ഥലത്താണ് പ്രതിഷേധമുണ്ടായത്. 2 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് പോലീസ് നിയന്ത്രിച്ചതാണ് ആ പ്രതിഷേധിക്കുന്നവരെ. പക്ഷേ ഗൺമാൻ വണ്ടി നിർത്തി ഇറങ്ങുന്നു, പോലീസിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് ഈ പ്രതിഷേധിച്ച മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും മർദ്ദിക്കുകയാണ്, വളഞ്ഞിട്ട് തല്ലുന്നതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാനും കഴിയുന്നുണ്ട്. രഘു, ഇന്നലെ 2 ഇടത്ത്, ഒരു ഭാഗത്ത് പോലീസും അംഗരക്ഷകരാണെങ്കിൽ മറുഭാഗത്ത് പാർട്ടി പ്രവർത്തകരും ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. ആര്യ, പാർട്ടി പ്രവർത്തകർ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷേ നിയമം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നത്? അവരെന്തിനാണ് ഇത്രയും വലിയ നമ്മൾ പറയുന്ന രാജഭക്തി കാണിക്കുന്നത്? എന്തിനാണ് ഇത്രയധികം വിധേയത്വം കാണിക്കുന്നത്? നിയമപരമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഈ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റികളെയൊക്കെ ഏൽപ്പിക്കാറുണ്ട്. സാധാരണ പണമുള്ള ആളുകൾക്കൊക്കെ ഈ പോലീസ് സെക്യൂരിറ്റി കിട്ടിയില്ലെങ്കിൽ അവർ നാട്ടിലുള്ള തനി ഗുണ്ടകളെ പിടിച്ച് അവരുടെ പ്രൈവറ്റ് സെക്യൂരിറ്റി ആക്കും. അവർ സാധാരണ ഈ പണക്കാരുടെ പൊതിയാൻ വരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ വരുന്ന, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വരുന്നവരെയൊക്കെ ഈ ഗുണ്ടകൾ അത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് സമാനമായ രീതിയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും പെരുമാറിയത് ഇന്നലെ. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. 2 യൂത്ത് കോൺഗ്രസ്സുകാർ, ചെറുപ്പക്കാരായ 2 യൂത്ത് കോൺഗ്രസ്സുകാർ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് അവരെ നിയന്ത്രിക്കുക എന്നുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, അതായത് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് നമ്മൾ മുൻപ് പറയാറുള്ള ആളേക്കാൾ സീനിയർ ആയിട്ടുള്ള 2 ASIO SIO അങ്ങനെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, 10, 30, 40 വർഷത്തോളം, ഒരു 10-20 വർഷത്തിലധികം ജോലി ചെയ്ത് സേവനമുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ നിൽക്കുന്നത്. അവർ ഈ 2 ചെറുപ്പക്കാരെയും നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം. അവരുടെ നിയന്ത്രണത്തിലാണ് ആ ചെറുപ്പക്കാരുള്ളത്. ആ പോലീസുകാരുമായിട്ടൊന്നും വലിയ മൽപ്പിടുത്തത്തിനൊന്നും ആ ചെറുപ്പക്കാർ പോകുന്നില്ല. അവരെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ്സിന് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ആള് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന എസ്കോർട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന്, കയ്യിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒന്നും ചൂരലൊന്നും മേടിച്ചതല്ല, ഇവർ വണ്ടിയിൽ ലാത്തിയുമായിട്ടാണ് നടക്കുന്നത്. എന്തിനാണ് ഇവർ ഈ ലാത്തിയും കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ വരുന്ന വണ്ടി അമിത വേഗതയിലാണ് വരുന്നത്. പലതവണ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊല്ലത്ത് വെച്ച് ഇത്തരത്തിൽ ഈ വണ്ടി ഇടിച്ച് പരിക്കേറ്റിട്ടുണ്ട്. അവർ ഈ പ്രതിഷേധക്കാർക്ക് നേരെ ചീറിപ്പാഞ്ഞു വരികയാണ്. മാത്രവുമല്ല, ഈ ഓടുന്ന വാഹനത്തിൽ കൊണ്ട് ഇവർ ലാത്തി വീശുകയും ചെയ്യും. ഓടുന്ന വണ്ടിയിലിരുന്ന് ലാത്തി വീശുമ്പോൾ അടി കൊണ്ടവനറിയാം എന്തു വേദനയായിരിക്കുന്നു. കാരണം ആ സ്പീഡിൽ വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ ആയം കൂടി, അല്ലെങ്കിൽ ആ വേഗതയുടെ ആയം കൂടി അടിക്കുണ്ടാവും. അതുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഉദ്യോഗസ്ഥന് യാതൊരു കാരണവുമില്ല, ഒരാവശ്യവുമില്ല.